അങ്ങനെ നമ്മുടെ ചെമ്പരത്തി ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. അവസാനം കല്യാണ ദിവസം എത്തിയിരിക്കുകയാണ്. കല്യാണ ദിവസത്തിന്റെ അന്ന് കല്യാണി വധുവായി ഒരുങ്ങി നിൽക്കുന്ന വൈജയന്തിക്ക് വിവാഹമംഗളാശംസകൾ നേരുകയാണ്. ആനന്ദ് മണ്ഡപത്തിൽ എത്തിയതിനു ശേഷം അഖിലാണ്ടേശ്വരി തന്നെ കല്യാണിയോട് പറയുകയാണ്, കല്യാണി പോയി വൈജയന്തിയെ കൂട്ടിക്കൊണ്ടുവരൂ. അഖില പറഞ്ഞതനുസരിച്ച് കല്യാണി വൈജയന്തിയും കൂട്ടി മണ്ഡപത്തിലേക്ക് വരികയാണ്. ആനന്ദിന്റെയും വൈജയന്തിയുടെയും കല്യാണം കാണാനായി ഫ്രണ്ട് സീറ്റിൽ തന്നെ കല്യാണി സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. താലി കെട്ടാൻ മടിച്ചു നിൽക്കുന്ന ആനന്ദിനോട് അഖിലാണ്ടേശ്വരി പറയുകയാണ്, മോനെ താലി കെട്ട്. വൈജയന്തിയുടെ മുഖത്ത് പോലും നോക്കാതെ ആനന്ദ് താലി കെട്ടാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്ന് വൈജയന്തി പറയുകയാണ്, നിർത്ത് എന്ന് പറഞ്ഞതിന് ശേഷം വൈജയന്തി അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന വൈജയന്തി ചോദിക്കുകയാണ്, കല്യാണി എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്യാത്തത്? അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ കല്യാണം നടക്കുകയുള്ളൂ. അതനുസരിച്ച് കല്യാണി വൈജയന്തി തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന പേപ്പറിൽ സൈൻ ചെയ്യുകയാണ്. ഇനിയും ഒരു കാര്യം കൂടിയുണ്ട് എന്ന് വൈജയന്തി പറയുമ്പോൾ ഇതെല്ലാം കണ്ട് ദേഷ്യപ്പെട്ട് നിന്ന് നന്ദന ചോദിക്കുകയാണ്, ഇനിയും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അന്നേരം വൈജയന്തി പറയുകയാണ്, താലി കൂടി അഴിച്ചു മാറ്റണം. സങ്കടത്തോടെ നിറകണ്ണുകളുമായി നിൽക്കുന്ന കല്യാണി അന്നേരം താലി അഴിക്കാനായി ഒരുങ്ങുകയാണ്. പക്ഷെ അവിടെ അഖിലാണ്ടേശ്വരി കല്യാണിയെ തടയുകയാണ്. ആനന്ദിന്റെ ഇതുവരെയുള്ള എല്ലാ കല്യാണ മണ്ഡപങ്ങളിലും ടെസ്റ്റ് നൽകുന്നത് ആനന്ദാണ്. പക്ഷെ ഇവിടെ എല്ലാവർക്കുമായി ടെസ്റ്റ് കൊടുക്കുന്നത് അഖിലാണ്ടേശ്വരി തന്നെയാണ്. എല്ലാവരെയും സങ്കടത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച് ഈ ക്ലൈമാക്സ് വരെ എത്തിച്ച് അഖിലാണ്ടേശ്വരി തന്റെ നാടകം അവിടെ പൊളിക്കുകയാണ്. ഗുരുജി പറഞ്ഞ പ്രകാരമാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നാണ് അഖിലാണ്ടേശ്വരി പറയുന്നത്. പിന്നീട് അഖിലയുടെ സമ്മതത്തോടുകൂടി ആനന്ദിന്റെയും കല്യാണിയുടെയും വീണ്ടും കല്യാണം അവിടെ വെച്ച് നടക്കുകയാണ്. മുമ്പ് കല്യാണം നടന്നത് ആരുടെയും അനുഗ്രഹമില്ലാതെയാണ്. എന്നാൽ ഇപ്പോൾ കല്യാണം നടത്താൻ പോകുന്നത് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയാണെന്നാണ് അഖിലാണ്ടേശ്വരി പറയുന്നത്. ഓക്കെ, താങ്ക് യു.